ഈ കാണുന്ന മക്കയിലെ ഹജൂൻ എന്ന് പറയുന്ന മലയുടെ താഴ്വാരത്താണ്, ആ കാണുന്ന കെട്ടിനകത്താണ് ഖദീജ ബീവി കിടക്കുന്നത്. ഞാൻ ഓരോ തവണയും ഇവിടെ വരുന്ന സമയത്ത് മനസ്സുകൊണ്ട് ഞാൻ ഈ മലയോട് പറയും, പ്രിയപ്പെട്ട ഹജൂൻ, നീ വല്ലാത്തൊരു ഭാഗ്യം ചെയ്ത മലയാണ്. മക്കയിൽ ചരിത്രമുറങ്ങുന്ന മലകൾ ഒരുപാടുണ്ട്. ഖുർആൻ ഇറങ്ങിയ ജബലുന്നൂർ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസത്തോളം താമസിച്ച ജബൽ സൗർ ഉണ്ട്, സഫ ഉണ്ട്, മറുവ ഉണ്ട്, ഭൂമിയിലെ ആദ്യത്തെ മലയായ ജബൽ അബൂ ഖുബൈസ് ഉണ്ട്, ജബൽ ഖുവൈഖാൻ ഉണ്ട്. അങ്ങനെ എത്രയോ മലകളുണ്ട്. പക്ഷെ അവക്കൊന്നും കിട്ടാത്തൊരു വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയ മലയാണ് നീ. കാരണം നിന്റെ ഗർഭപാത്രത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ കിടക്കുന്നത്. പരിശുദ്ധ മക്കയിലെത്തുന്ന ഏതൊരു സത്യവിശ്വാസിയും തന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കുക നിന്നെയാണ്. എവിടെയാണ് ഹജൂൻ മല, എവിടെയാണ് ഹജൂൻ താഴ്വര? ആ താഴ്വരയിൽ എന്റെ ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ ആളുകളുണ്ട്. ഖദീജ ബീവി ഉണ്ട്, മൂത്ത കുട്ടിയായ ഖാസിം എന്നവരുണ്ട്, അബ്ദുള്ള എന്നവരുണ്ട്, മൂത്താപ്പായിട്ടുള്ള അബൂ താലിബ് ഉണ്ട്, അബ്ദുൽ മുത്തലിബ് ഉണ്ട്, അബ്ദു മനാഫ് ഉണ്ട്. ഇവരൊക്കെ കിടക്കുന്ന ഹജൂൻ എവിടെയാണ്, ഹജൂൻ താഴ്വര എവിടെയാണ് എന്നാണ് ഓരോ മുഅ്മിനും അന്വേഷിക്കുക. അന്ത്യനാൾ വരെ ഇവരൊക്കെ ഗർഭം ചുമക്കാൻ നിനക്ക് കിട്ടിയ ഭാഗ്യം മറ്റാർക്കുണ്ട്?